R&D ബഡ്ജറ്റിങ്ങിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഗവേഷണത്തിനും വികസനത്തിനും വേണ്ടിയുള്ള പണം എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച്. പലർക്കും ഇതൊരു ചെലമാണ്, പക്ഷെ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിനെ നിങ്ങളുടെ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പുതിയ ആശയങ്ങൾക്ക് വേണ്ടി മുടക്കുന്ന പണം ഒരു ലോട്ടറി എടുക്കുന്നത് പോലെയാണോ, അതോ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റാണോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തലാണ് നമ്മുടെ ലക്ഷ്യം. ഈ യാത്രയിൽ നമ്മൾ 5 പ്രധാന കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം എന്തിനാണൊരു ബഡ്ജറ്റ് എന്ന് നോക്കും. പിന്നെ അതിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കാണും. തുടർന്ന് നമ്മുടെ ഇന്നൊവേഷൻ പോർട്ട്ഫോളിയോ എങ്ങനെ ബാലൻസ് ചെയ്യാം, എല്ലാം ട്രാക്കിലാണോ എന്ന് എങ്ങനെ ഉറപ്പുവരുത്താം, അവസാനം ഈ പ്ലാനിനെ എങ്ങനെ ലാഭമാക്കി മാറ്റാമെന്നും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ഈ ബഡ്ജറ്റ്? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്, പക്ഷെ വളരെ പവർഫുള്ളും. ഏതൊരു ശക്തമായ R&D പ്ലാനിന്റെയും അടിത്തറ എന്ന് പറയുന്നത് വ്യക്തമായൊരു ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം ഒരു വഴികാട്ടി നക്ഷത്രം പോലെയാണ്. നമ്മൾ മുടക്കുന്ന ഓരോ രൂപയും എവിടേക്ക് പോകണം, എന്തിനു പോകണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരൊറ്റ ലക്ഷ്യമാണ്. ഇത് വ്യക്തമല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിന് ഒരു ദിശാബോധവും ഉണ്ടാകില്ല. ശരി, ഇനി നമുക്ക് ഒരു സ്ട്രാറ്റജിക് R&D ബഡ്ജറ്റിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം, അല്ലേ? അതിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളതെന്ന് പരിശോധിക്കാം. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റിനെ പല ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നതാണ്. നോക്കൂ, പുതിയ പ്രൊഡക്ട്സുകൾക്ക് വേണ്ടി മാത്രമല്ല പണം നീക്കിവെക്കുന്നത്. നമ്മുടെ ടീമിന്റെ കഴിവുകൾ മെച്ചപ്പെടുത്താനും ടെക്നോളജി റിസർച്ചിനും എന്തിന് പെട്ടെന്നുണ്ടാകുന്ന ആവശ്യങ്ങൾക്കു വേണ്ടി ഒരു എമർജൻസി ഫണ്ട് വരെ ഇതിലുണ്ട്. ഇതാണ് ഒരു കംപ്ലീറ്റ് അപ്രോച്ച്. ഇനി ഇത് നോക്കൂ, പ്രോജക്റ്റിന്റെ ഓരോ ഘട്ടത്തിലും പണം എങ്ങനെയാണ് വിനിയോഗിക്കുന്നതെന്ന് വളരെ വ്യക്തമായി കാണാം. തുടക്കത്തിൽ റിസർച്ചിന് കൂടുതൽ പണം, പിന്നീട് ഡെവലപ്മെന്റിന്, അങ്ങനെ കൃത്യസമയത്ത് കൃത്യമായ ആവശ്യത്തിന് ഫണ്ട് ലഭ്യമാകുന്നുവെന്ന് ഇത് ഉറപ്പുവരുത്തുന്നു. ഇതുകൊണ്ട് വിഭവങ്ങൾ പാഴായിപ്പോകുന്നത് ഒരുപാട് കുറയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ R&D ബഡ്ജറ്റിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ആയിട്ട് ഒന്ന് കണ്ടാലോ? ഷെയർ മാർക്കറ്റിലൊക്കെ ചെയ്യുന്ന പോലെ റിസ്ക്കും റിട്ടേണും ബാലൻസ് ചെയ്യേണ്ടത് ഇവിടെയും വളരെ പ്രധാനമാണ്. അപ്പോ കാര്യങ്ങൾ സിമ്പിളാണ്. ചെറിയ ചെറിയ മെച്ചപ്പെടുത്തലുകൾ, അതായത് ഇൻക്രിമെന്റൽ ഇന്നൊവേഷൻ. അതിന് റിസ്ക് കുറവാണ്, സ്ഥിരമായി ഒരു വരുമാനം കിട്ടും. പക്ഷേ മാർക്കറ്റിനെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഡിസ്റപ്റ്റീവ് ഇന്നൊവേഷൻസ്, അവിടെ റിസ്ക് കൂടുതലാണ്, പക്ഷെ കിട്ടിയാൽ അത് വമ്പൻ നേട്ടമായിരിക്കും. ഇവ രണ്ടും തമ്മിൽ ഒരു നല്ല ബാലൻസ് കണ്ടെത്തണം. ഈ നമ്പര് കണ്ടോ? ഇതാണ് ഡിസ്റപ്റ്റീവ് ഇന്നൊവേഷന്റെ പവർ. അതായത് വിപണിയെ മാറ്റിമറിക്കാൻ കഴിവുള്ള കണ്ടുപിടുത്തങ്ങളുടെ സാധ്യത. ഇതൊരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് കളിയാണ്, പക്ഷെ വിജയിച്ചാൽ കിട്ടുന്ന പ്രതിഫലം സങ്കൽപ്പിക്കുന്നതിലും അപ്പുറമായിരിക്കും. തീർച്ചയായും ഇത്രയും വലിയ ആശയങ്ങൾക്ക് പണം വേണ്ടേ? ഒരൊറ്റ വരുമാന സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കുന്നത് അത്ര നല്ലതല്ല. ഇക്വിറ്റി, ഗവൺമെന്റ് ഗ്രാന്റുകൾ, ലോണുകൾ, കമ്പനിയുടെ സ്വന്തം ഫണ്ടുകൾ, ഇങ്ങനെ പല വഴികളിലൂടെ ഫണ്ട് കണ്ടെത്തുന്നത് നിങ്ങളുടെ ഇന്നൊവേഷൻ പ്ലാനിന് കൂടുതൽ സുരക്ഷിതത്വം നൽകും. ഇനി നമ്മൾ എങ്ങനെ എന്നതിലേക്കാണ് കടക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി അലമാരയിൽ വെച്ചാൽ പോരല്ലോ, അല്ലേ? അതിനെ സജീവവും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുന്നതുമായ ഒരു ടൂളാക്കി മാറ്റുന്നതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു R&D ബഡ്ജറ്റ് ഒരിക്കലും കല്ലിൽ കൊത്തിവെച്ചൊന്നാവരുത്. അത് ജീവനുള്ള ഒന്നായിരിക്കണം. അതിന് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കൃത്യമായ ഇടവേളകളിൽ കാര്യങ്ങൾ വിലയിരുത്തുക, ഇതിന് ആരാണ് ഉത്തരവാദിയെന്ന് തീരുമാനിക്കുക, പിന്നെ ശരിയായ ടൂളുകൾ ഉപയോഗിച്ച് പുരോഗതി നിരീക്ഷിക്കുക. അപ്പോ ബഡ്ജറ്റ് നിരീക്ഷിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് നമ്മൾ ശരിക്കും അളക്കേണ്ടത്? അവിടെയാണ് KPIകളുടെ, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകളുടെ റോള്. ഇവ നിങ്ങളുടെ R&D എഞ്ചിന്റെ ഡാഷ്ബോർഡിലെ മീറ്ററുകൾ പോലെയാണ്. എല്ലാം ഓക്കെ ആണോ എന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട 3 നമുക്ക് നോക്കാം. ആദ്യത്തേത്, നിങ്ങളുടെ മൊത്തം വരുമാനത്തിന്റെ എത്ര ശതമാനമാണ് നിങ്ങൾ R&Dക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്? ഇത് നിങ്ങളുടെ കമ്പനി ഭാവിയെക്കുറിച്ച് എത്രത്തോളം സീരിയസ് ആണെന്ന് കാണിക്കുന്നു. ഇവിടെ കാണുന്ന പോലെ നിങ്ങളുടെ ടാർജറ്റും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ വളർച്ചാ തന്ത്രങ്ങൾ ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഇനി ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് ROI, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ ഇന്നൊവേഷനു വേണ്ടി മുടക്കുന്ന ഓരോ രൂപയ്ക്കും തിരിച്ച് എന്ത് മൂല്യം കിട്ടുന്നുണ്ട്? ഒരു നല്ല ROI കാണിക്കുന്നത് നിങ്ങൾ ശരിയായ പാതയിലാണെന്നാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്നതിന്റെ തെളിവാണത്. അവസാനമായി ബഡ്ജറ്റ് യൂട്ടിലൈസേഷൻ റേറ്റ്,
അതായത് നീക്കിവെച്ച പണം വെറുതെ ഇരിക്കുകയാണോ അതോ ശരിക്കും ഉപയോഗിക്കുന്നുണ്ടോ? പണം അനുവദിച്ചിട്ടും അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പ്രോസസ്സിൽ എവിടെയോ ഒരു ബ്ലോക്ക് ഉണ്ടെന്നാണ്. ഈ 3 KPIകളും ഒരുമിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ R&D പ്രോജക്റ്റിന്റെ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് റിപ്പോർട്ട് കിട്ടും. ശരി, അപ്പോൾ പ്ലാനിങ്ങും മോണിറ്ററിങ്ങും എല്ലാം നമ്മൾ കണ്ടു. ഇനി ഇതെങ്ങനെ ലാഭത്തിലേക്ക് എത്തിക്കാം എന്ന് നോക്കാം. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം അതാണല്ലോ. ഒരു നല്ല ബഡ്ജറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അതിന് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിയും. മാർക്കറ്റ് മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് വിചാരിച്ചതിലും നന്നായി പോകുമ്പോൾ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഒരു സംവിധാനം തീർച്ചയായും ഉണ്ടായിരിക്കണം. നമ്മൾ തുടങ്ങിയ ആ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കും? നിങ്ങളുടെ R&D ബഡ്ജറ്റ് ശരിക്കും തന്ത്രപരമായിട്ടാണോ വിനിയോഗിക്കുന്നത്? അപ്പോ എന്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ അടുത്ത ബ്രില്യന്റ് ഐഡിയ റെഡിയാണ്. അത് ചിലപ്പോ നിങ്ങളുടെ ടീമിലെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടാവാം. അതിനെ സ്വീകരിക്കാനും യാഥാർത്ഥ്യമാക്കാനും നിങ്ങളുടെ ബഡ്ജറ്റ് റെഡിയാണോ? ചിന്തിക്കുക.